ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ നാളെ അവസാനിക്കാനിരിക്കെ വെടിനിർത്തൽ കരാറിൻ്റെ രണ്ടാം ഘട്ടത്തിന് വേണ്ടി അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാക്കി ഹമാസ്. ഇസ്രായേൽ ആകട്ടെ വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടം 6 ആഴ്ച കൂടി നീട്ടിക്കൊണ്ടുപോകണമെന്ന ആവശ്യമാണ് കെയ്റോയിൽ ഈജിപ്തിനും ഖത്തറിനും മുന്നാലെ വെച്ചത്. എന്നാൽ ഇതിനോട് ഹമാസ് ഒരു തരത്തിലും യോജിക്കുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും ഗാസയിലെ തന്ത്രപ്രധാനമായ മേഖലകളിൽ നിന്നും ഇസ്രായേലി സൈന്യം പിൻവാങ്ങില്ല എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഇസ്രായേലി സൈന്യം പിൻവാങ്ങിയില്ലെങ്കിൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്തിരിയുമെന്നുള്ള വമ്പൻ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഹമാസ് നൽകിയിരിക്കുന്നത്. അതേസമയം ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറിയാൽ ഈജിപ്റ്റ് വഴി ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ വൻതോതിൽ ഗാസയിലേക്ക് ഹമാസ് കൊണ്ടുവരുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ നിർദ്ദേശങ്ങളെപ്പോലും തള്ളിക്കൊണ്ട് ഗാസയിൽ നിന്ന് ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നു. ഗാസയിൽ വീണ്ടും യുദ്ധം ആരംഭിക്കാനുള്ള നിർദ്ദേശമാണ് സൈന്യത്തിന് ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നത്. 34 ദിവസത്തെ വെടിനിർത്തൽ കരാറിനൊടുവിൽ ഗാസയിൽ വീണ്ടും ഇസ്രായേൽ യുദ്ധത്തിനൊരുങ്ങുകയാണ്. 34 ബന്ദികളെ ഇതിനകം തന്നെ ജീവനോടെ ഹമാസ് മോചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. 4 ബന്ദികളുടെ മൃതശരീരം ഇസ്രായേലിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനു പിന്നാലെയാണ് വെടിനിർത്തൽ കരാറിൽ നിന്നും പിൻവാങ്ങാനുള്ള നീക്കം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത്. ഇസ്രായേലിന് മുന്നിൽ 2 പോംവഴികളാണുള്ളത്. ഒന്ന്, ഗാസയിൽ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഹമാസിൻ്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോവുക. പക്ഷേ ഇസ്രായേൽ ചിന്തിക്കുന്നത് ഇനിയും വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോയിട്ട് വലിയ പ്രയോജനമില്ല എന്നുള്ളതാണ്. കാരണം ഹമാസിൻ്റെ പക്കൽ ജീവനോടെ ഇനി അധികം ബന്ദികളില്ല. ഹമാസ് ആകട്ടെ വെടിനിർത്തൽ കരാറിൻ്റെ മറവിൽ കൂടുതൽ ആയുധങ്ങൾ സംഭരിച്ചുകൊണ്ട് കൂടുതൽ കരുത്തു നേടിക്കൊണ്ട് ഇസ്രായേലിനെതിരെ വീണ്ടും വലിയ യുദ്ധത്തിനുള്ള ഒരുക്കമാണ് നടത്തുന്നത്. ഈ വെടിനിർത്തൽ കാലഘട്ടം എന്നുള്ളത് ഹമാസിനെ സംബന്ധിച്ച് ആയുധങ്ങൾ സംഭരിക്കുന്നതിനും അവരുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള സമയമാണ്. നേരത്തെയും വെടിനിർത്തൽ കാലഘട്ടം അവർ ഇതിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് വ്യക്തമായി അറിയാവുന്നത് ഇസ്രായേലിനാണ്. അതുകൊണ്ടാണ് ഹമാസിന് കൂടുതൽ വെടിനിർത്തൽ സമയം നൽകേണ്ടതില്ല, ഹമാസിനോട് നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് അനിവാര്യമെന്ന് ഇസ്രായേൽ ചിന്തിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഹമാസിനെതിരെ എത്രയും വേഗം വീണ്ടും യുദ്ധം ആരംഭിക്കുക, ഹമാസിനെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക. 4 ബന്ദികളുടെ മൃതശരീരം വെച്ച് അതിനോട് അനാദരവ് കാട്ടി ആ മൃതശരീരത്തിനെ പോലും ഒരു ഫോട്ടോഷൂട്ടാക്കിക്കൊണ്ട് അതിൽ വരെ നാടകം കളിച്ച ഹമാസിനോട് ഒരു ദയവും വേണ്ട എന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നു. അതിശക്തമായ ആക്രമണമാണ് ഹമാസിനെതിരെ വേണ്ടത് എന്ന പൊതുവികാരം ഇസ്രായേലി ഭരണകൂടത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നു. ഇത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് അന്താരാഷ്ട്ര സമ്മർദ്ദം ഹമാസിന് അനുകൂലമാക്കി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഹമാസ് നടത്തുന്നത്. 2ാം ഘട്ട വെടിനിർത്തൽ കരാർ മാർച്ച് മാസം 2-ാം തീയതിയാണ് പ്രാബല്യത്തിൽ വരേണ്ടത്. അതിൻ്റെ ചർച്ചകൾക്ക് ഇസ്രായേലി സേന അവരുടെ പ്രതിനിധികളെ അയച്ചിട്ടുണ്ട്. എന്നാൽ ഹമാസിൻ്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കേണ്ടതില്ലെന്നും ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ മാത്രം 2ാം ഘട്ട വെടിനിർത്തൽ കരാറിനോട് യോജിച്ചാൽ മതിയെന്നുമാണ് ഇപ്പോഴത്തെ ഇസ്രായേൽ നിലപാട്. അല്ലാത്ത പക്ഷം 1-ാം ഘട്ട വെടിനിർത്തൽ കരാർ 42 ദിവസം കൂടി നീട്ടാനുള്ള നിർദ്ദേശം ഇസ്രായേൽ മുന്നോട്ട് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. അതായത് ആദ്യഘട്ട വെടിനിർത്തൽ കരാർ പ്രകാരം ഗാസയുടെ തന്ത്രപ്രധാനമായ മേഖലകളിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറില്ല. ഇനിയും 600ഓളം യുദ്ധക്കുറ്റവാളികളെ ഇസ്രായേൽ കൈമാറാനുണ്ട്. ആ കൈമാറ്റം ഇസ്രായേൽ താൽക്കാലികമായി തടഞ്ഞു വച്ചിരിക്കുന്നു. ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും ഗാസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിർത്തികളിൽ നിന്നും ഇസ്രായേലി സേന അടുത്ത 42 ദിവസം കൂടി പിന്മാറില്ല എന്നുള്ള ഏറ്റവും നിർണായകമായ നിർദ്ദേശമാണിപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗാസയിലെ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറിയാൽ അതുവഴിയുള്ള ആയുധക്കടത്ത് ഹമാസ് വീണ്ടും ആരംഭിക്കും. അത് ഇസ്രായേലിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പോൾ തന്നെ ഗാസ സ്ട്രിപ്പുകളിൽ ഹമാസിൻ്റെ സാന്നിധ്യം വേണ്ടുവോളമുണ്ട്. നേരത്തെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായ സമയത്ത്
മാളങ്ങളിൽ ഒളിച്ചിരുന്ന ഹമാസിൻ്റെ ഭീകരവാദികൾ വെടിനിർത്തൽ കരാറിന് പിന്നാലെ ബന്ദിമോചനം സാധ്യമായതിന് പിന്നാലെ വീണ്ടും രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഗാസ സ്ട്രിപ്പുകളിൽ ഹമാസിൻ്റെ സാന്നിധ്യം ഇപ്പോൾ നിലവിലുണ്ട്. ഈ ഹമാസുകാർ എവിടെയാണ് ഒളിച്ചിരുന്നതെന്നോ ഈ ബന്ദികളെ എവിടെയാണ് ഒളിപ്പിച്ചിരുന്നതെന്നോ എന്ന വിഷയത്തിൽ ഇതുവരെ ഇസ്രായേലിനൊരു വ്യക്തത വന്നിട്ടില്ല. അതേസമയം ഈജിപ്റ്റ് അതിർത്തിക്കുള്ളിൽ ഈജിപ്റ്റ് തന്നെ ഇവർക്ക് ഒളിയിടമൊരുക്കിയിരിക്കാം. ഹമാസിനും ബന്ദികളെ ഒളിപ്പിക്കാനുള്ള സഹായം ഈജിപ്റ്റ് നൽകിയിരിക്കാമെന്നുള്ള ശക്തമായ ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് ഇസ്രായേലിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈജിപ്റ്റ് അതിർത്തിയിലേക്ക് ഇസ്രായേലിൻ്റെ പടയൊരുക്കം അധികം വൈകാതെ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നത്. എന്തായാലും ഗാസയിൽ വെടിനിർത്തൽ തുടർന്നു കൊണ്ടുപോകാൻ കൂടുതൽ യുദ്ധക്കുറ്റവാളികളെ രക്ഷിക്കാനുള്ള നിർദ്ദേശവുമായി ഹമാസ് മുന്നിട്ടിറങ്ങുകയാണ്. അന്താരാഷ്ട്ര സമ്മർദ്ദം നടത്താനുള്ള, അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ പ്രതിഷേധം ഉയർത്താനുള്ള ശ്രമങ്ങൾ ഹമാസ് നടത്തുന്നു. ഖത്തറിനെയും ഈജിപ്തിനെയും വൻ സമ്മർദ്ദത്തിലാക്കുകയാണ് ഹമാസ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം വെടിനിർത്തൽ അവസാനിപ്പിക്കാനും വെടിനിർത്തൽ കരാറിന് ഇനി നിന്നു കൊടുക്കേണ്ടതെന്നുമുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ.